بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، آيات حق من الرحمن محدثة قديمة صفة الموصوف بالقدم. ആയാത്തു ഹക്കിൻ, ഹക്കായ അള്ളാഹുവിൻ്റെ ആയത്തുകൾ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനുള്ള ആയത്തുകൾ മിനർ റഹ്മാനി, റഹ്മാനായ റബ്ബിൻ്റെ വക്കൽ നിന്നിട്ട് ഉണ്ടായതാണ്. അത് മുഹ്ദസത്തുൻ, അത് ആയത്തുകൾ ഇറക്കുന്ന സമയത്ത് അത് ഹാദിസാണ്, പുതുക്കപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇറക്കുന്ന ആ ലഫ്ള് അത് പുതുക്കപ്പെട്ടതാണ്. എന്നാൽ ഖദീമത്തുൻ, ആ ഇറങ്ങിയ മഅന അത് ഖദീമാണ്. അള്ളാഹുവിൻ്റെ കലാമാകുന്ന ആ ഖുർആൻ വായിക്കപ്പെടുന്ന ആ മഅന അത് ഖദീമത്താണ്. സിഫത്തുൽ മൗസൂഫി ബിൽ കിദമി, അത് കിദമു കൊണ്ട് വസ്ഫറയപ്പെട്ട, അതായത് പണ്ടേ ഉള്ളവനാണ്, പണ്ടേ ഉള്ളതാണ് എന്നതുകൊണ്ട് വസ്ഫ് പറയപ്പെട്ടതായ സിഫത്താണ് ഈ ഖുർആൻ്റെ ആയത്ത് എന്നുള്ളത്. അത് അള്ളാഹുവിൻ്റെ സിഫത്താണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ഇറക്കപ്പെടുന്ന ലഫ്ള്, ഇറങ്ങുന്നതായ ലഫ്ള് എന്താണ്? അത് ഹദീസാണെങ്കിൽ ആ ലഫ്ള് മൊഴിയപ്പെടുന്ന ആ മഅന അത് പണ്ടേ ഉള്ളതുമാണ്. അതായത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അത് കലാമുൻ ഖദീമുൻ, പണ്ടേ ഉള്ള കലാമാണ് എന്നുള്ളതാണ്. അത് അള്ളാഹുവിൻ്റെ ദാത്തിനോട്, അള്ളാഹിൻ്റെ ദാത്തുമായി നിലകൊള്ളുന്നതാണ്. ലം തഖ്തരിം ബിസ്സമാനിൻ വഹിയ തുഖ്ബിറുനാ അനിൽ മആനി വഅൻ ആദിൻ വഅൻ ഇറമിഹിം. ലം തഖ്തരിൻ, ആ ആയത്ത് അന്വരിച്ചിട്ടില്ല, ബിസ്സമാനിൻ, ഒരു കാലത്തിനോടും അന്വരിച്ചിട്ടില്ല. വഹിയ തുഖ്ബിറുന, ആ ആയത്ത് ഞങ്ങളോട് വർത്തമാനം പറഞ്ഞതായ സ്ഥിതിയിൽ. ആരെപ്പറ്റി? അനിൽ മആദി, മടക്കസ്ഥലത്തിനെ തൊട്ട്, അതായത് നമ്മൾ രണ്ടാമത് മരിച്ച് നാളെ ആഖിറത്തിലേക്ക് ചെല്ലുന്ന ആ മആദ്, നമ്മളെ യാത്രയാക്കൽ, രണ്ടാമതായി മടക്കസ്ഥലം. വഅൻ ആദിൻ, ആദ് വിഭാഗത്തിനെ പറ്റിയും, വൻ ഇറമിൻ, ഇറമി വിഭാഗം, ഈ രണ്ട് കബീല, കഴിഞ്ഞു പോയതായ വലിയ കബീലകളാണ്, അവരെപ്പറ്റിയും നമ്മളുടെ വർത്തമാനം പറയുന്നതായ സ്ഥിതിയിൽ ഒരു കാലത്തിനോടും അത് അന്വരിച്ചിട്ടില്ല. ദാമത് ലദൈന ഫഫാഖത് കുല്ല മുഅ്ജിസത്തിൻ മിനൻ നബിയിന ഇദ് ജാഅത് വലം തദുമിഹി. ദാമത്ത്, അല്ലാഹുവിൻ്റെ ആയത്ത് നിത്യമായിരിക്കുന്നു, ലദൈന, ഞങ്ങളുടെ അടുക്കൽ, അതായത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹമാകുന്ന നമ്മൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണല്ലോ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. ആ ഖുർആൻ്റെ മഹത്വമാണ് പറഞ്ഞു വരുന്നത് കവി. ആ ഖുർആൻ നമ്മളിൽ എപ്പോഴും ദായിമയായിരിക്കുന്നു, നിത്യമായിരിക്കുന്നു. ഫഫാഖത്ത് കുല്ല മുഅ്ജിസത്തിൻ, എല്ലാ മോചിതത്തിനും മേലെയായിരിക്കുന്നു ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനുള്ള ആയത്തുകൾ. മിനൻ നബീന, നബിമാരിൽ നിന്ന് സംഭവിച്ച എല്ലാ മോചിതത്തും. എന്നാൽ ഇത് ജാഅത്ത്, നബിമാർ കൊണ്ടുവന്ന ആ മോചിതത്ത് കൊണ്ടുവന്ന സമയത്ത്, വലം തദുമി, ആ മോചിതത്തുക്ക് ഒരു നിലനിൽപ്പില്ല. അതായത് നമ്മളുടെ നബിവരോട് കൂടി കഴിഞ്ഞു പോയ എല്ലാ അമ്പിയാക്കളുടെയും മോചിതത്ത് നിലനിൽക്കുന്നില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോചിതത്ത് മാത്രമാണ്. ആ മോചിതത്ത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോചിതത്ത് ഏറ്റവും മേലെയായി നിൽക്കുന്ന മോചിതത്താണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. അത് എല്ലാ മോചിതത്തിനേക്കാളും മേലെയായിരിക്കുന്നു. മുഹക്കമാതും ഫമാ തുബ്ഖീന മിൻ ശുബഹിൻ ലിദി ശിഖാകിൻ വലാ തബ്ഗീന മിൻ ഹക്കമിഹി. മുഹക്കമാത്തുൻ, വിധിക്കപ്പെടുന്നതാണ്, എല്ലാ നിലക്കുമുള്ള വിധി, സംശയങ്ങളൊക്കെ നിന്നിട്ട് ഹക്കിനെ വിധിക്കുന്നതാണ്. അതുകൊണ്ട് ഫമാ തുബ്ഖീന മിൻ ശുബഹിൻ, ആ ആയത്തുകൾ ഒരു ശുബഹത്തിനെയും ബാക്കിയാക്കുന്നില്ല. അതായത് ഒരു വിഷയം തിരിച്ചറിയാതാവലിനെ ബാക്കിയാക്കുന്നില്ല. ആർക്ക്? ലിദി ഷിഖാക്കിൻ, അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക്, സംശയമുള്ളവർക്ക്. വലാ തബ്ഗീന മിൻ ഹക്കമിൻ, അത് തേടുന്നില്ല, മിൻ ഹക്കമിൻ, ഒരു വിധികർത്താവിനെയും, ഇതിനെതിരായിട്ടുള്ളൊരു വിധി പറയുന്ന ഒരു വിധികർത്താവിനെയും ആ ആയത്തുകൾ തേടുന്നില്ല. അത്രയും സാഹിത്യമുള്ളതാണ്.
ഖണ്ഡിക്കപ്പെട്ടിട്ടില്ല. ഈ ആയത്തിനെ ഖത്തു തീരെ ഖണ്ഡിക്കപ്പെട്ടിട്ടില്ല. ഇതിനെതിരായി ഇല്ല ആദ മിൻ ഹറബിൻ മടങ്ങിയിട്ടല്ലാതെ, മിൻ ഹറബിൻ ശക്തിയായ കാരണത്തിനാൽ. ആര്? ആയുധൽ ആദി ശത്രുക്കൾ, എന്നിട്ട് ഏറ്റവും വലിയ ശത്രുക്കൾ തിരിച്ചു മടങ്ങിയിട്ടല്ലാതെ ഖണ്ഡിക്കപ്പെട്ടിട്ടില്ല. ഇലൈഹ ആ ആയത്തുകളിലേക്ക് മടങ്ങിയിട്ടല്ലാതെ. മുൽക്കിയ സലമി കീഴടങ്ങുന്നവരായ സ്ഥിതിയിൽ, വഴിപ്പെട്ടവരായ സ്ഥിതിയിൽ അവർ മടങ്ങിയിട്ടുണ്ട്. അവർ ഖണ്ഡിക്കാൻ വരുമ്പോൾ തിരിച്ചവർക്കത് ആയത്തുകളിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ഒരു അവസ്ഥയാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ ഖണ്ഡിക്കാൻ അവർ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അതിനെതിരായിട്ട്. റദ്ദത്ത് ബലാഗതുഹാ ദഅവ മുആരിളിഹാ റദ്ദൽ ഗുയൂരി യദൽ ജാനി അനിൽ ഹുറമി. റദ്ദത്ത് ബലാഗതുഹാ ആ ആയത്തുകളുടെ സാഹിത്യം അവരെ മടക്കി, അത് തിരിച്ചയച്ചു, തട്ടിക്കളഞ്ഞു. ഏത്? ദഅവ മുആരിളിഹ ആ ആയത്തുകളെ ഗണ്ണിക്കുന്നവരുടെ വാദം, അതിനെ ഗണ്ണിക്കുന്നവരുടെ വാദത്തിനെ, അതിൻ്റെ സാഹിത്യം തന്നെ അവരെന്താക്കി? തട്ടിക്കളഞ്ഞു. ഏതുപോലെ? റദ്ദൽ ഗുയൂരി വാശിയുള്ളവൻ, നല്ല ദേഷ്യമുള്ള ആളും തട്ടിക്കളയുന്നത് പോലെ, യദൽ ജാനി ഈ പിശാച്ച് പിടിച്ച ഭ്രാന്തനായവൻ്റെ കയ്യിനെ തട്ടിക്കളയും പോലെ, അനിൽ ഹുറമി ബഹുമാനിക്കപ്പെടുന്ന കാര്യത്തിന് തൊട്ട്, നല്ല ഒരു കാര്യത്തിന് അവൻ ചീത്തയാക്കുമ്പോൾ അതിനെ തൊട്ട് അവൻ്റെ കയ്യിനെ തട്ടുന്നത് പോലെ തന്നെ ഈ ഗണ്ണിക്കുന്നവൻ്റെ വാദത്തിനെ ഈ ആയത്തിൻ്റെ സാഹിത്യം അവനെ തട്ടിക്കളഞ്ഞു. ഈ സാഹിത്യം നോക്കുമ്പോൾ അവനക്ക് ഗണ്ണിക്കാൻ പറ്റുന്നില്ല, അത് തട്ടിക്കളയും പോലെയുണ്ട്. ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദിൻ വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി. ലഹ ആയത്തുകൾക്കുണ്ട് മആനിൻ, കുറേ മആനകളുണ്ട്, അർത്ഥങ്ങളുണ്ട്. നമ്മൾക്ക് മനസ്സിലാവാത്ത പല, അതിൻ്റെ ബാഹ്യമായിട്ടും അതിൻ്റെ ആന്തരികമായിട്ടും പല അർത്ഥങ്ങളുണ്ട്. ഏതുപോലെ? കമൗജിൽ ബഹരി ഫി മദദിൻ സമുദ്രത്തിലുള്ളതായ തിരകളെപ്പോലെ. വഫൗക ജൗഹരിഹി അല്ല, ആ സമുദ്രത്തിൻ്റെ ജൗഹറിനേക്കാളും, അതിൻ്റെ മുത്തുകളെ, അതിനെ ജൗഹറുകളെക്കാളും മുകളിലാണ്. ഫിൽ ഹുസ്നി വൽ ഖിയമി അതിൻ്റെ നിലനിൽപ്പിലും അതിൻ്റെ ഭംഗിയിലും അതിനേക്കാളും മുകളിലാണ് ഈ ആയത്തുകൾക്ക് ഉള്ളത്. അതുകൊണ്ട് ആർക്കും ഇതിനെ തട്ടിക്കളയാൻ കഴിയുകയില്ല. അത്രത്തോളം ബഹുമതി ഉള്ള ഒന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എന്ന് കവി പാടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.